കണ്ണിലും ശരീരത്തിലും പെപ്പർ സ്പ്രേ പ്രയോഗം, കാലിൻ്റെ വെള്ളം അടിച്ചു പൊട്ടിച്ചു, ചെവിയുടെ ഡയഫ്രം അടിച്ചു തകർത്തു. ഒറ്റ രാത്രി കൊണ്ട് നിരവധി കേസുകളിൽ പ്രതിയാക്കി. 3 മാസത്തിലധികം ജയിൽവാസം. കുന്നംകുളം പീച്ചി കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് പിന്നാലെ 13 വർഷം മുൻപുള്ള കോന്നിയിലെ പോലീസ് ക്രൂരതയും ചർച്ചയാവുകയാണ്. മുൻ SFI നേതാവ് ജയകൃഷ്ണനാണ് UDF സർക്കാരിൻ്റെ കാലത്ത് താൻ നേരിട്ട ദുരിത കഥ വിവരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്. ആലപ്പുഴ DYSPയും കോന്നി മുൻ CIയുമായ മധു ബാബു മർദ്ദിച്ചതായാണ് പരാതി. കുറ്റക്കാരനായ മധുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തെങ്കിലും LDF സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ടും അയാൾ ഉന്നത പദവിയിൽ തുടരുകയാണ്. രണ്ടായിരത്തി 2012 നടന്ന കസ്റ്റഡി മർദ്ദനം വിവരിച്ചാണ് മുൻ SFI നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. SFI പത്തനംതിട്ട ജില്ലാ മുൻ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് താൻ നേരിട്ട മർദ്ദനത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആലപ്പുഴ DYSPയും കോന്നിയിലെ മുൻ CIയുമായിരുന്ന മധു ബാബുവിനെതിരെയാണ് പരാതി. കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിച്ചു, കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തു, ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊളിച്ചുവെന്നും ജയകൃഷ്ണൻ ആരോപിക്കുന്നു. 2012 ജയകൃഷ്ണൻ SFI ഭാരവാഹിയായിരിക്കുമ്പോഴാണ് അന്നത്തെ കോന്നി CI മധു ബാബു ലോക്കപ്പ് മർദ്ദനത്തിനും 3ാം മുറയ്ക്കും വിധേയമാക്കിയത്. 6 മാസം താൻ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. അന്നത്തെ ഭരണകൂടം തന്നെ 3 മാസത്തിലധികം ജയിലിൽ അടച്ചു. ഒറ്റ രാത്രി കൊണ്ട് തനിക്കെതിരെ നിരവധി കേസുകൾ എടുത്തു. അന്ന് തൊട്ട് ഇന്ന് വരെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിലാണ്. എന്നെ 2012 ഒക്ടോബർ മാസം 12-ാം തീയതി വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയും എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ എന്നെ മർദ്ദിക്കുകയും തുടർന്ന് എന്നെ കോന്നി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കോന്നി പോലീസ് സ്റ്റേഷനിൽ ഒരു ബെഞ്ചിൽ കിടത്തി കാലിൻ്റെ വെള്ളം അടിച്ചു പൊട്ടിക്കുകയും അതുപോലെ തന്നെ പെപ്പർ സ്പ്രേ ദേഹമാസകലിനും കണ്ണിലും പ്രയോഗിക്കുകയും അതുപോലെ തന്നെ ബൂട്ടിട്ട് ചവിട്ടുകയും അങ്ങനെ അതിബ്രൂട്ടലായിട്ടുള്ള ക്രൂരമായ മർദ്ദനത്തിന് 3ാം മുറയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഇന്ന് അത്ഭുതമായി തോന്നി ഇങ്ങനെ മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കേട്ടാൽ. എടുത്ത കേസുകളിലെല്ലാം പിന്നീട് വെറുതെ വിട്ടു. കഴിഞ്ഞ 14 വർഷമായി കോടതിയിൽ കേസ് നടത്തുകയാണ്. അന്നത്തെ പത്തനംതിട്ട SPയും നിലവിലെ IGയുമായ ഹരിശങ്കർ കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധു ബാബുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തതാണ്. പോലീസ് സേനയ്ക്ക് തന്നെ മധു ബാബു അപമാനമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ നടപ്പിലാക്കിയില്ല. മധു ബാബു ഇന്നും പോലീസ് സേനയിൽ ശക്തമായി തന്നെ തുടർന്നു പോകുന്നു. ഇനി പരാതി പറയാൻ ആളില്ല. എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത്? ആരാണ് ഇതിന്റെ പിന്നിലെന്നും മുൻ SFI നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട.